കടിച്ച് തൂങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ കൈ വെച്ചൊക്കെ പിടിച്ച് നോക്കി, അത് ഇളകി വിട്ടില്ല. അവസാനം എങ്ങനെയെങ്കിലും കയ്യിലും കടിച്ച് ചെല്ലയിലും കടിച്ച് അവസാനം കടിച്ച് പറിച്ച് പിന്നെ ചോരയൊക്കെ ഒഴുകുന്നുണ്ട്. ഞാൻ പേടിച്ചു പോയി. പിന്നെ അവസാനം എങ്ങനെയോ അത് പിന്നെ ഓടി. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന 48-കാരൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് വെച്ചാണ് കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇല്ല. കാട്ടുപൂച്ചയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അദ്ദേഹം പേവിഷബാധയേറ്റ് മരിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ആ വ്യക്തി. ചേച്ചി, മുഹമ്മദ് റാഫിയുടെ വീടല്ലേ? എത്ര മരിച്ചിട്ട് ഒത്തുകാലമായോ? മരിച്ച ജൂൺ മാസം 13-ാം തീയതിയാണ് മരണപ്പെട്ടത്. മെയിൻ എന്താ സംഭവം എന്തായിരുന്നു? മക്കൾക്ക് ഫോൺ വിളിക്കാനായ വഴി പോയിരിക്കവേ ഫോൺ വിളിക്കവേണ് എന്തോ കാട്ടുജീവി ഒന്ന് കടിച്ച്. അപ്പോഴവർ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ കാട്ടുപൂച്ചയാണ് കടിച്ചത്. ചെള്ള മൊത്തവും കടിച്ച് മുറിച്ചായിരുന്നു. അപ്പോൾ വെള്ളം വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കുടിച്ച് അപ്പോഴേ കുഴഞ്ഞങ്ങ് വീഴുന്നു. അടുത്ത വീട്ടിലെ ആൾക്കാരെ വിളിച്ച് അവരാണ് ഇവിടെ വന്നാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. കടയ്ക്ക് കൊണ്ടുപോയി, അവിടെ നിന്ന് പാരിപ്പള്ളിയിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് പിറ്റേന്ന് കൊണ്ടുവന്നത്തിരി മുറിവൊക്കെ കരിഞ്ഞു വന്നപ്പോൾ ഒരു പനി പിടിച്ചാണ് മെയ് മാസം 22-ാം തീയതി ഇത് സംഭവിച്ചത്. ജൂൺ മാസം 13-ാം തീയതി മരണപ്പെട്ടു. പിന്നെ പേവിഷബാധ എന്നാണ് റിപ്പോർട്ട് മൊത്തം വന്നത്. ബന്ധുക്കളുടെ സഹായത്തിലാണ് ഇന്ന് ഇവരുടെ ജീവിതം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു സഹായവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്ത് നമുക്ക് ഓരോ നിവർത്തി സഹായത്തിന് ഒന്നുമില്ല. ആരെങ്കിലും ധനസഹായം 5 സെൻറ്റ് മണ്ണ് തന്നാണ് നമ്മളൊരു കൂര വെച്ച് കിടക്കുന്നത്. അതും ഇതുവരെ പണിയൊന്നും തീർന്നിട്ടില്ല. നമുക്കൊരു നിവർത്തിയില്ല. വന്യമൃഗ ആക്രമണങ്ങൾ തടയാൻ സർക്കാർ ഇടപെടണം. തൻ്റെ അനുഭവം മറ്റൊരാൾക്കും ഇനി ഉണ്ടാകരുത്. ഇനി വേറെ ഒരാളെയും കടിക്കാൻ പാടില്ല. അത്ര നല്ല ഇതിലാണ് ഞങ്ങൾ ജീവിച്ചത്. എൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് അപ്പോൾ ഇല്ലാതെ വന്നപ്പോൾ അതിൻ്റെ ദുഃഖവും വിഷമവും ഞങ്ങൾക്കേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സഹായം ഞങ്ങൾക്ക് കിട്ടണം. മുഹമ്മദ് റാഫിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചെന്ന പതിവ് പല്ലവിയാണ് വനംവകുപ്പ് നൽകുന്നത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.